പിതാവാം ദൈവമേ, പുത്രനാം ദൈവമേ, പരിശുദ്ധ റൂഹാം ദൈവമേ, അവിടുത്തേക്ക് സ്തുതി. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ സ്ലിഹന്മാരെ അനുസ്മരിച്ചുള്ള നോമ്പിൻ്റെ കാലത്തൂടെ നാം ഇങ്ങനെ യാത്ര ചെയ്യാമല്ലോ. തൻ്റെ സുവിശേഷം ലോകമൊക്കെയും അറിയിക്കുവാൻ എടുക്കണം താൻ വിശ്വാസപൂർവ്വം ഈ 12 പേരെ തിരഞ്ഞെടുത്തതാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ടവരെ സ്ലിഹന്മാരിൽ ഒന്നാമൻ പത്രോസ് സ്ലിഹായുടെ ജീവിതത്തെ നമുക്കിന്നൊന്ന് ധ്യാനിക്കാം. റോമൻ ഗ്രീക്ക് ദൈവങ്ങളുടെ കോട്ടയായ കെസറിയ ഫിലിപ്പയുടെ മണ്ണിൽ വെച്ച് നിങ്ങളെന്നെ ആരാകുന്നു എന്നൊരു ചോദ്യം ക്രിസ്തു ചോദിക്കുന്നുണ്ട്. യുക്തിചിന്തകളുടെയും അറിവിൻ്റെയും ലോകത്ത് ജീവിക്കുന്ന ഉന്നത വിദ്യാസമ്പന്നരായ നമ്മോടും റിലീജിയസ് പ്ലൂറലിസ്റ്റിക് വേൾഡിൽ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളോടും ക്രിസ്തു ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് എന്തുത്തരമാണ് നാം നൽകുന്നത്? തീക്ഷ്ണമായ ചോദ്യത്തിന് മറുപടിയായി ബത്സേദയുടെ മണ്ണിൽ നമ്മളോളം വിദ്യാഭ്യാസമൊന്നുമില്ലാതെ വെറുമൊരു വലയുമായി ജീവിച്ച സാധാരണ മുഖുവനായ ശിമയോൻ അവൻ പറയുകയാണ്, അതാഹു ഹ മശിഹ ബെൻ എലോഹിം ഹൈ. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഹീബ്രു ഭാഷയിലെ ശൈലിയോട് സദൃശ്യമുള്ള അതാഹു ഹ എന്ന വാക്കിലൂടെ പത്രോസ് യേശുതമ്പുരാൻ്റെ അനന്യതയെ ഇവിടെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ്. ബെൻ എലോഹിം ഹൈ, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാകുന്നു എന്നവൻ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് തന്നെ പറയുകയാണ്. ഹീബ്രു ഭാഷയിൽ ഈ മുക്കുവനായ ശിമയോൻ്റെ പേര് ക്ഷമ എന്ന വർബിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കേൾക്കുന്നവനെന്നാണ് ഈ വാക്കിനർത്ഥം. അലറുന്ന കടലിനെ ശാന്തമാക്കിയ നാഥൻ ഇളകുന്ന മണൽത്തിരി പോലെയുള്ള ഈ മുക്കുവൻ ഒരു പുതിയ പേരിട്ടു. ശിമയോൻ, നീ ഇനി കേഫ എന്നറിയപ്പെടും. അരമായ ഭാഷയിൽ കേഫ എന്ന വാക്കിനർത്ഥം പാറ എന്നാണ്. ഈ നാമമാണ് പിന്നീട് ഗ്രീക്കിൽ പത്രോസായി മാറിയത്. നീ പത്രോസാവുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, ഇനിമേൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാവും എന്നുള്ള കർത്താവിൻ്റെ അരുളപ്പാടിൽ വാസ്തവത്തിൽ ആ മുക്കുവൻ്റെ വഞ്ചിയും അവൻ്റെ വംശാവലിയും ഒരുപോലെ മാറി മറിഞ്ഞെന്നേ. കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും നമ്മൾ തനിച്ചാകുകയും നമ്മുടെ വ്യക്തിത്വവും നിലനിൽപ്പും ഉലഞ്ഞു പോവുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളില്ലേ, അതുപോലെ ക്രിസ്തുവിൻ്റെ വിചാരണയുടെ ആ തണുത്ത ആ രാത്രിയിൽ ഒരു പെൺകുട്ടിയുടെ ചോദ്യത്തിന് മുന്നിൽ ഇളകിമറിയുന്ന മണൽത്തിരിയാകുന്ന ശിമയോൻ പ്രാണവേദനയിൽ അവൻ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്താ നാളിൽ പരിശുദ്ധാത്മാവ് അഗ്നിയായി നിറഞ്ഞപ്പോൾ ആ ദൈവിക കൃപ ആ ഇളകുന്ന മണൽത്തിരി പോലെയുള്ള ശിമയോൻ എന്ന് പറയുന്ന മുഖുവനെ റോമാ സാമ്രാജ്യത്തിന് പോലും തകർക്കാൻ കഴിയാത്ത ഉറപ്പുള്ള കേഫായാക്കി മാറ്റുന്നു. ഈ മുക്കുവിൻ്റെ പേര് മാറ്റുന്നത് വെറുമൊരു പേരുമാറ്റലായിരുന്നില്ലത്. ക്രിസ്തുവിന് അവൻ്റെ നിയോഗത്തെ ഓർമ്മപ്പെടുത്തുവാൻ തക്കമുള്ളതായ പ്രവാചക തുല്യമായൊരു മാറ്റമായിരുന്നു ആ പേരുമാറ്റത്തിലൂടെ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മാമോദീസൽ പേര് നൽകുന്നതും അങ്ങനെയുള്ള ഒരു പ്രവാചക ദൗത്യം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടിയാണ്. പിന്നീട് അപ്പോസ്തലനായ ഈ പ്രവാചകൻ, ഈ മുഖുവനാകുന്ന ശിമയോൻ, കേഫായാവുന്ന ഈ പ്രവാചകൻ നടന്ന വഴികളിലെല്ലാം അത്ഭുതങ്ങൾ പെയ്തിറങ്ങി. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നില്ലേ, ജന്മനാ മുടന്തനോട് വെള്ളിയും പൊന്നും എൻ്റെ പക്കലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസറനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അവനങ്ങനെ പറഞ്ഞപ്പോൾ ജന്മനാ മുടന്തൻ ചാടി എഴുന്നേറ്റു. അപ്പോസ്തല പ്രവൃത്തി 9-ൽ നാം കാണുന്നില്ലേ, ലിദിയയിലെ പക്ഷാഘാത രോഗിയായ എനയാസിനെയും യാഫയിൽ മരിച്ച തബീഥയെയും ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്ന ആ മുക്കുവൻ ആയ ശിമയോൻ്റെ, ആ പാറ പോലായി തീർന്ന ശിമയോൻ്റെ, കേഫായുടെ നിഴൽ പോലും അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ നാം കാണുന്നു. അതെൻ്റെ മേൽ വീഴണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അനേകം രോഗികളാണ്
അവൻ്റെ നിഴൽ കാത്തു കിടക്കുന്നത്. ഹെരോദ രാജാവ് അവനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ചങ്ങലകൾ തകർത്ത് ആ മുക്കുവനെ അത്ഭുതകരമായി മോചിപ്പിച്ചു. യെരൂശലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്കും അന്ത്യോക്യയിൽ നിന്ന് റോമയിലേക്കും ആ സാധാരണക്കാരനായ മുക്കുവൻ അവന് ലഭിച്ചതായ സുവിശേഷം കൊണ്ട് അവൻ യാത്ര ചെയ്തു. ഒടുവിലോ AD 64 ക്രൂരനായ നീറോ ചക്രവർത്തിയുടെ ചോരമണക്കുന്ന വധശിക്ഷയ്ക്ക് മുന്നിലും ആ ധീരനായ മുക്കുവൻ പതറിയില്ല. ഒരിത്തിരി പോലും ഭയം കൂടാതെ അവൻ പറഞ്ഞു, എൻ്റെ നാഥനാകുന്ന ക്രിസ്തുവിനെ പോലെ ക്രൂശിൽ തറയ്ക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് നിങ്ങളെന്നെ തലകീഴായി ക്രൂശിച്ചോളുക. കർത്താവിൻ്റെ അടിപ്പിണരുകളെ ചുംബിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുവാൻ അവനേറെ ആഗ്രഹിച്ചു. ഇന്ന് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അതിവിശുദ്ധമായ പ്രധാന ബലിപീഠത്തിന് തൊട്ടു താഴെ ആ മണൽത്തിര പോലെ എന്ന് കരുതിയ മുഖുവൻ, കേഫായായി ക്രിസ്തു മാറ്റിയവൻ, ആ അപ്പോസ്തലൻ ശാന്തമായി ഉറങ്ങിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെ ഉപ്പുകാറ്റ് വീശുമ്പോൾ, നമ്മുടെ തകർച്ചകളുടെ നടുവിലും റിലീജിയസ് പ്ലൂറലിസ്റ്റിക് വേൾഡിലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള വലിയൊരു സാക്ഷ്യം പറയുവാൻ തക്കോണം നമുക്കും കഴിയണം. അതാഹു ഹ മഷിഹ പെൻ എലോഹിം ഹൈ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ എൻ്റെ ദൈവമാകുന്നു, മഷിഹായാകുന്നു എന്ന് പറയുവാൻ തക്കോണം നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾക്കും സാക്ഷ്യം പറയുവാൻ തക്കോണം, സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ തക്കോണം, സുവിശേഷത്തെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കോണം അവർക്കും കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ആ മുഖുവിനെ പോലെ ക്രിസ്തുവിൻ്റെ അചഞ്ചലമായ കേഫായാകുവാൻ ഉള്ള വിളി ലഭിക്കുന്നത്. ആ പാവമുക്കുവിൻ്റെ കൈകൾ തൊട്ടപ്പോൾ അനേകർ സുഖം പ്രാപിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരും ഉറ്റവരും നമ്മുടെ കരങ്ങൾ മൂലവും നമ്മുടെ നിഴൽ മൂലവും സുഖം പ്രാപിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.